ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മുടെ UDFിൻ്റെ എല്ലാ എണ്ണത്തിനും വാലിൽ തീ പിടിച്ച അവസ്ഥയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഈ പറയുന്ന UDFിലുള്ള VD സതീശനും കുരുപൊട്ടി, രമേശ് ചെന്നിത്തലയ്ക്ക് കുരുപൊട്ടി, ഈ പറയുന്ന നമ്മുടെ KC വേണുഗോപാലിന് കുരുപൊട്ടി. എങ്ങനെ പൊട്ടാതിരിക്കുമെന്നേ. അപ്പോൾ ജനം അറിയേണ്ട കാര്യം, ലോഡ് ഷെഡിങ് ഇല്ലാത്ത ഒരു 10 വർഷക്കാലം, അതായത് പുതിയ വെളിച്ചം കുട്ടികളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നു. പണ്ട് മണ്ണെണ്ണക്കരിയുടെ വെളിച്ചത്തിൽ നിന്നും കുട്ടികളെല്ലാം മെഴുകുതിരി തപ്പാനും മണ്ണെണ്ണക്കരിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്തിൽ നിന്നും നമ്മൾ ഇന്ന് മാറി പുതിയ ഒരു ലോകത്തിലേക്ക്, ഇന്ന് എല്ലാ സമയവും നമുക്ക് വൈദ്യുതി ലഭിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ എത്തിയില്ലേ. അതായത് KSRTC എന്ന് പറയുന്നത് ഉടൻ തന്നെ മരണം വരിക്കും എന്ന് പറഞ്ഞ ഒരു ആര്യാട മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ട്രാൻസ്പോർട്ട് മന്ത്രി നമുക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യവും നമുക്കറിയാം. നമസ്കാരം, SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മുടെ UDFിൻ്റെ എല്ലാ എണ്ണത്തിനും വാലിൽ തീ പിടിച്ച അവസ്ഥയാണ്. വാലിൽ തീ പിടിക്കുക എന്ന് വെച്ചാൽ പ്രയോഗം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇരിക്കപ്പുറതിയില്ല. ഒരാൾ വരുന്നു, ചെന്നിത്തല ഒരു പ്രസ്താവന ഇറക്കുന്നു, KC വേണുഗോപാൽ പ്രസ്താവന ഇറക്കുന്നു, VD സതീശൻ പ്രസ്താവന ഇറക്കുന്നു എന്ന് വേണ്ട ആകെപ്പാട കനവിരളി. അതായത് ഇന്നത്തെ പത്രങ്ങളിൽ, വളരെ പ്രധാനപ്പെട്ട പത്രങ്ങളിലെല്ലാം തന്നെ 2 പേജുകളിലായി ഒരു PRD പരസ്യം സംസ്ഥാന സർക്കാർ നൽകി. പരസ്യം ആയിട്ടല്ല, 2 വാർത്തകൾ. അതായത് നിലവിൽ ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ലേഔട്ട് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്തിൽ രസം അതാണ്. ഒരേ ലേഔട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു 10 വർഷത്തിന് മുമ്പ് ഇരുണ്ട കാലം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചധികം വാർത്തകൾ ഉൾക്കൊള്ളിക്കുകയും ആ സെയിം കാര്യങ്ങൾക്ക് തൊട്ട് 10 വർഷത്തിന് ശേഷം 2026 നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നതെല്ലാം കൂടെ കാണിച്ചുകൊണ്ടുള്ള വളരെ മനോഹരമായ ഒരു 2 പേജ് പത്ര വാർത്ത എന്ന് പറയുന്നതാവും ശരി. അതൊരു തരം വാർത്തയാണ്. 10 വർഷത്തിന് മുമ്പ് ഉമ്മൻചാണ്ടി കേരളം ഭരിച്ചുകൊണ്ടിരുന്ന ഇരുണ്ട കാലഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു വൈദ്യുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോഡ് ഷെഡിങ് ആരംഭിക്കുന്നു എന്ന് പറയുന്നൊരു വാർത്ത. KSRTC പിരിച്ചുവിടും, അവസാനിപ്പിക്കുന്നു, അല്ലെങ്കിൽ പെൻഷൻ കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന വാർത്ത. 17 മാസം മുടങ്ങി. അവിടെ ഇപ്പോൾ സ്കൂളുകൾ 40% സ്കൂളുകൾ അടച്ചുപൂട്ടുന്നു എന്ന് വേണ്ട. അന്ന് കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ എന്തൊക്കെയാണോ കരിനിയമങ്ങൾ അല്ലെങ്കിൽ കരി തീരുമാനങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ തീരുമാനങ്ങൾ എടുത്തിരുന്നത്, അതിനെല്ലാം വിപരീതമായ ഏറ്റവും ബെറ്ററായിട്ടുള്ള ഒരു ഫലം 10 വർഷത്തിന് ശേഷം കേരളത്തിന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഈ പറയുന്ന UDFിലുള്ള VD സതീശനും കുരുപൊട്ടി, രമേശ് ചെന്നിത്തലയ്ക്ക് കുരുപൊട്ടി, ഈ പറയുന്ന നമ്മുടെ KC വേണുഗോപാലിന് കുരുപൊട്ടി. എങ്ങനെ പൊട്ടാതിരിക്കുമെന്നേ. ഇവർ പറയുന്നത്, സതീശൻ പറയും ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്നാണ് പറയുന്നത്. നിയമപരമായി നേരിടാം. എങ്ങനെ നേരിടണം? ഈ പറഞ്ഞിരിക്കുന്നത് വസ്തുതാവിരുദ്ധമായ കാര്യമാണോ എന്ന് VD സതീശൻ ഒരു 1000 ആവർത്തി ഇരുന്ന് ചിന്തിച്ച് നോക്കണം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇതേ VD സതീശൻ തന്നെ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തെക്കുറിച്ചും അന്ന് ഭരണമാറ്റം എന്ന് പറയുന്ന ഒന്നിനെക്കുറിച്ചും കൊടിക്കുന്നിൽ സുരേഷ് അങ്ങനെ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നും ഈ കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ താൻ ചിന്തിക്കുന്നില്ല എന്നും താൻ ഒരു അധികാരമോഹിയാണെന്നും അധികാരമോഹമില്ലാത്ത കുറേ മഹർഷിമാരെ പോലെ അല്ല താനുള്ളതെന്നും AK ആൻ്റണി ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടത്തെപ്പറ്റി പറഞ്ഞതും അതിനു മുമ്പ് ഉമ്മൻചാണ്ടി കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി പരസ്യമായി നടത്തിയിട്ടുള്ള നടപടികളെക്കുറിച്ചും തുടർന്ന് AK ആൻ്റണി മുഖ്യമന്ത്രിയായ സമയത്ത് ആ AK ആൻ്റണിയെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് നീക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി നടത്തിയ രഹസ്യ നീക്കങ്ങളെക്കുറിച്ചും ഒക്കെ VD സതീശൻ വാചാലനാകുന്നത് കണ്ടു. ആ VD സതീശൻ പക്ഷേ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഏറ്റവും വലിയ അഴിമതി നിറഞ്ഞ ഒരു സർക്കാരാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെക്കുറിച്ച് തോരാതെ പ്രസംഗിച്ച ഒരു നേതാവല്ലേ VD സതീശൻ. ആ VD സതീശൻ അറിയില്ലേ ഈ പറഞ്ഞതൊക്കെ ഫാക്റ്റുകളായിരുന്നു എന്നുള്ളത്. നിയമപരമായി നേരിടാം എന്ന് ചിന്തിക്കുക. ഇതിനെ നിയമപരമായി എങ്ങനെ നേരിടും? ഇതൊരു പരസ്യമാണ്. ഇപ്പോൾ പറ്റുന്നൊറ്റ കാര്യമുള്ളൂ, സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്നും ഒരു തുകയെടുത്ത് പാർട്ടി പ്രവർത്തനത്തിന് ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അതായത് CPM തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് PRD വർക്കുകൾക്ക് വേണ്ടി ഖജനാവിൽ നിന്ന് പണം ഉപയോഗിക്കാൻ പാടില്ല. ശരി, അത് വേണമെങ്കിൽ അത് അംഗീകരിക്കാം, വേണമെങ്കിൽ നിയമപരമായി വേണമെങ്കിൽ അതിനൊരു തടസ്സം ഉണ്ടാക്കാം. പക്ഷെ അപ്പോഴും മനസ്സിലാകാത്ത ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ, ഇത് സർക്കാരിൻ്റെ പരസ്യമാണോ CPMൻ്റെ പരസ്യമാണോ എന്നുള്ളതാണ്. സർക്കാരിൻ്റെ ഭരണ നേട്ടത്തെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ നാട്ടിൽ കഴിയില്ലേ, സാധിക്കില്ലേ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ട്. സർക്കാരിന് എന്തുകൊണ്ട് കഴിയില്ല? സർക്കാർ ഇന്ന കാര്യങ്ങൾ
സംസ്ഥാനത്ത് ജനങ്ങൾക്ക് വേണ്ടി നടത്തി എന്ന് സർക്കാർ ജനങ്ങളോട് പറയണമല്ലോ. പല ജനങ്ങൾ തിരിച്ചറിയേണ്ട കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. നമുക്കറിയാം, ഇവിടെ പെൻഷൻ, മുടങ്ങാതെ പെൻഷൻ ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നു. അത് ജനം അല്ലെങ്കിൽ സാധാരണക്കാരൻ അറിയേണ്ട കാര്യമല്ലേ? അതെ, ഇവിടെ KSRTC എന്ന് പറയുന്ന ഒരു സംവിധാനം ലാഭകരമായി മുന്നോട്ട് പോകുന്നു. ഇതാ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഒരു ടൂറിസം ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി അവിടെ പുതിയ ഒരു ഡബിൾ ഡെക്കർ വാഹനം, ഒരു ഓപ്പൺ ബസ് ഇപ്പോൾ പുതുതായിട്ട് രംഗത്തേക്ക് ഇറങ്ങുന്നു, നിരത്തിലേക്ക് ഇറങ്ങുന്നു. അപ്പോൾ അത് തെറ്റാണോ? അല്ലെങ്കിൽ ആ കാര്യം ജനം അറിയണ്ടേ? സംസ്ഥാന KSRTC ബസ്സുകൾ ലാഭകരമായി ഓടിക്കൊണ്ടിരിക്കുന്നു. അത് പൊതുജനം അറിയേണ്ട ഒരു കാര്യമല്ലേ? അപ്പോൾ ജനം അറിയേണ്ട കാര്യം, ലോഡ് ഷെഡിങ് ഇല്ലാത്ത ഒരു 10 വർഷക്കാലം, അതായത് പുതിയ വെളിച്ചം കുട്ടികളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നു. പണ്ട് മണ്ണെണ്ണക്കരിയുടെ വെളിച്ചത്തിൽ നിന്നും കുട്ടികളെല്ലാം മെഴുകുതിരി തപ്പാനും മണ്ണെണ്ണക്കരിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്തിൽ നിന്നും നമ്മൾ ഇന്ന് മാറി പുതിയ ഒരു ലോകത്തിലേക്ക്, ഇന്ന് എല്ലാ സമയവും നമുക്ക് വൈദ്യുതി ലഭിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ എത്തിയില്ലേ? അപ്പോൾ അങ്ങനെ ഒരു എത്തിപ്പെടൽ ഉണ്ടായി. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മുടെ വീട്ടിൽ അരമണിക്കൂർ ലോഡ് ഷെഡിങ് ആണ്. ഏകദേശം 6 മണി മുതലാണെന്ന് തോന്നുന്നു ലോഡ് ഷെഡിങ്. ഇപ്പം കൃത്യമായ സമയം ഓർക്കുന്നില്ല, കാര്യം 10 വർഷത്തോളം ആയില്ലേ. അപ്പോൾ 6 മണി മുതലോ 6:30 മുതലോ അങ്ങനെ എന്തോ ഒരു അരമണിക്കൂർ വെച്ചിട്ട് ഇങ്ങനെ പലയിടങ്ങളിലും പല സമയങ്ങളിലാണ് ഈ പവർ കട്ട് ഉണ്ടാവുക, ലോഡ് ഷെഡിങ് എന്നുള്ള പേരിൽ. അപ്പോൾ 6:30 മുതൽ 7 മണി വരെ പവർ കട്ടിങ്. ഇത് കൂടാതെ കറണ്ട് ഉപയോഗം കുറയ്ക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. അന്ന് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, കർണാടകയിൽ നമുക്ക് കറണ്ട് വാങ്ങാനൊക്കെ കഴിയുന്ന ഒരു പശ്ചാത്തല സൗകര്യം ഒരുക്കാൻ ശരിക്കും അന്നത്തെ UDF സർക്കാർ പരാജയപ്പെട്ടിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. മറ്റൊരിടത്തു നിന്ന് കറണ്ട് ഇവിടേക്ക് എത്തിക്കാൻ അതിന് പറ്റിയ പിന്നെ എന്താ പറയുക, ഈ ലൈൻ സംവിധാനമൊന്നും നമ്മുടെ കേരളത്തിലില്ലായിരുന്നു. പവർ സംവിധാനങ്ങളൊന്നും നമ്മുടെ കേരളത്തിലില്ലായിരുന്നു. അത് ഉണ്ടാക്കിയെടുക്കാൻ സത്യത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ പരാജയമായിരുന്നു എന്നുള്ള കാര്യം വസ്തുതയാണ്. അപ്പം ആ ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്ന ഒരു കാലത്തെക്കുറിച്ച്, ലോഡ് ഷെഡിങ് ഇല്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക തെറ്റായ ഒരു സമീപനം ഒന്നും ആയിട്ട് തോന്നുന്നില്ല. പിന്നെ മറ്റൊന്ന്, ഈ ശമ്പളവുമായി ബന്ധപ്പെട്ടു ട്രഷറി പൂട്ടിയിട്ട ഒരു കാലമുണ്ടായിരുന്നു. ആ ട്രഷറി പൂട്ടിയിട്ട കാലത്തിൽ നിന്നും ട്രഷറി തുറന്ന് ഇന്ന് എല്ലാവർക്കും ശമ്പള കമ്മീഷൻ നിയമിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു വാർത്തയാണ്. അതൊരു ഇൻഫർമേഷനാണ്. ആ ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ സ്കൂളുകൾ ഇന്ന് പുതിയ തലത്തിലേക്ക്, ഹൈടെക് എന്ന് പറയുന്ന നിലവാരത്തിലേക്ക് പോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതും ജനം അറിയേണ്ടതല്ലേ? നമ്മുടെ റോഡുകൾ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർന്ന നമ്മുടെ റോഡുകളെക്കുറിച്ച് ജനങ്ങളോട് പറയേണ്ട ഒരു കാര്യമില്ലേ? ഇത്രയും കാര്യങ്ങൾ പറയേണ്ട കാര്യമാണ്. പക്ഷേ നമ്മൾ ആലോചിക്കുന്നത് മറ്റുള്ളതെല്ലാം വാർത്തകളായിരുന്നു. അതായത് അന്ന് പത്രങ്ങളിൽ വന്ന വാർത്തകൾ അതേപോലെ തന്നെ അതേ ലേഔട്ടിൽ തന്നെ സെറ്റ് ചെയ്ത് പുറത്തിറക്കിയിരിക്കുന്ന സംവിധാനമാണ് 1-ാം പേജിൽ കൊടുത്തിരിക്കുന്നത്, ഇരുണ്ട കാലം എന്ന് പറഞ്ഞിട്ട്. കാര്യം അതൊരു ഇരുണ്ട കാലമാണ്. അന്ന് പത്രങ്ങളിൽ വന്ന വാർത്തകളും തലക്കെട്ടുകളും തന്നെയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ UDFൻ്റെ ഭരണ നേതൃത്വത്തെ കുറ്റം പറയാൻ വേണ്ടി ഇപ്പം നിലവിലുള്ള ഇടതുപക്ഷ സർക്കാർ ക്രമരഹിതമായി അല്ലെങ്കിൽ വിശ്വാസവഞ്ചനാപരമായി ചമച്ചുണ്ടാക്കിയ കെട്ടുകഥകളാണ് അല്ലെങ്കിൽ സാങ്കല്പിക വാർത്തകളാണ് എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. അതെല്ലാം വാർത്തകളായിരുന്നു. അന്ന് ഉണ്ടായിരുന്നു ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നു. 40% സ്കൂളുകൾ അടച്ചുപൂട്ടാൻ വേണ്ടി അന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നില്ലേ? തീർച്ചയായിട്ടും അന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 1000-ലധികം സ്കൂളുകൾക്ക് താഴെ വീഴാൻ പോയ ഒരു അവസരം വരെ ഉണ്ടായിട്ടുണ്ട്. KSRTC എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരും എന്നുള്ള നിലയിലേക്ക് പോയിരുന്നു. അതായത് KSRTC എന്ന് പറയുന്നത് ഉടൻ തന്നെ മരണം വരിക്കും എന്ന് പറഞ്ഞ ഒരു ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ട്രാൻസ്പോർട്ട് മന്ത്രി നമുക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യവും നമുക്കറിയാം. വൈദ്യുതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറയേണ്ടല്ലോ, അത് പകൽ പോലെ വ്യക്തമാണ്. വൈദ്യുതിക്ക് എന്ത് സംഭവിച്ചു, വൈദ്യുതി മേഖല ഏത് രീതിയിലാണ് കൂപ്പുകുത്തിക്കൊണ്ടിരുന്നത് എന്നുള്ള ഇതിൻ്റെ ഒരു വാസ്തവമായ യാഥാർത്ഥ്യമായ അവസ്ഥ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ഇങ്ങനെ വാസ്തവവിരുദ്ധമായ ഒരു കാര്യവും സംസ്ഥാന സർക്കാർ ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. ഇതെല്ലാം ജനങ്ങൾ അറിയേണ്ട കാര്യമാണ്. അതായത് നാളെ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ സർക്കാർ തുടരണോ വേണ്ടയോ എന്ന് പൊതുജനം ചിന്തിക്കുന്നതിനാവശ്യമായി അവരുടെ ഉള്ളിലേക്ക് യാഥാർത്ഥ്യത്തെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇനിയും നിങ്ങൾ UDFിലേക്ക് വോട്ട് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ VD സതീശൻ്റെ പരാമർശമൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ VD സതീശൻ്റെ അക്കാലഘട്ടത്തിലെ പരാമർശങ്ങളൊക്കെ, ഇവിടെ ഒരു സർക്കാർ അധികാരത്തിൽ കയറിയിരുന്നാലും ആ സർക്കാരിനെ താഴെ വീഴ്ത്താൻ പറ്റിയ പുതിയൊരു തലമുറ പ്രവർത്തകർ പാർട്ടിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് വസ്തുത.
അത് വി ഡി സതീശിൻ്റെ വാക്കുകൾ നമ്മൾ കടമെടുത്ത് നോക്കിയാലും നമുക്കറിയാം. ഇപ്പം നമ്മുടെ കരുണാകരൻ ഇരിക്കുന്ന സമയത്ത് മറ്റൊരു ഗ്രൂപ്പ് ഇവിടെ തലപൊക്കി വന്നു. ആ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ് ഉമ്മൻചാണ്ടി ആണെങ്കിലും ചെന്നിത്തലയാണെങ്കിലും നമ്മുടെ എ കെ ആൻ്റണി ആണെങ്കിലും ഒക്കെ തന്നെ. പിന്നീട് എ കെ ആൻ്റണി വീണ്ടും മുഖ്യമന്ത്രി ആയപ്പോൾ വീണ്ടും ഇതേ ഗ്രൂപ്പ് തന്നെ രഹസ്യമായി എ കെ ആൻ്റണിയെ പുറത്താക്കാൻ ശ്രമിച്ചു. അതായത് ഇരിക്കുന്ന കസേരയിലിരിക്കുന്ന മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന ഒരാളെ പുറത്താക്കാൻ വേണ്ടി കോൺഗ്രസിനുള്ളിൽ എക്കാലവും ഒരു വിമത നീക്കം നടന്നിട്ടുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് തന്നെയാണ് വി ഡി സതീശൻ്റെ ആ വാക്കുകൾ എന്ന് നമുക്ക് കൂടുതൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അപ്പം ഇടയ്ക്ക് കരുണാകരൻ്റെ ജോൺ ബ്രിട്ടാസ് നടത്തിയ ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരുണാകരൻ പറയും, എല്ലാവരും അനുഭവിക്കും, എന്നോട് ചെയ്തതൊക്കെ എന്താണെന്ന് എനിക്കറിയാം, അതിൻ്റെ ഫലം എല്ലാവരും അനുഭവിക്കുമെന്ന് തന്നെ കെ കരുണാകരൻ ഹൃദയവേദനയോടുകൂടി പറഞ്ഞ ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോൺ ബ്രിട്ടാസിൻ്റെ പേജിൽ തന്നെ നമുക്ക് വൈറലാവുന്ന കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? കരുണാകരനെ സ്വന്തം പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഒറ്റ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. അപ്പം പിന്നെ യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരിൽ ഒട്ടേറെ പേരും അവരുടെ ആ ഒരു മുഖ്യമന്ത്രി കാലം എന്ന് പറഞ്ഞാൽ അത്ര സുഖകരമായ ഒരു കാലമായിരുന്നില്ല. അവരിരുന്നത് എന്താ പറയുക, മുള്ളിട്ട് അല്ലെങ്കിൽ കുപ്പിച്ചില്ലുകൾ കൊണ്ട് നിറഞ്ഞ ഒരു സിംഹാസനത്തിലും അവർ തലയിൽ ധരിച്ചിരുന്ന തൊപ്പി ഒരു മുൾക്കിരീടവുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാ കാലത്തും കോൺഗ്രസിനുള്ളിൽ ഒരു വിമതപ്പട രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ വിമതപ്പട മുഖ്യമന്ത്രിയെ സ്വസ്ഥമായിരുന്ന് ഭരിക്കാൻ അനുവദിക്കാത്ത ഒന്നായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ ഭരണത്തിന് അംഗീകരിക്കാത്ത ഒരു വിഭാഗം വലിയ ഒരു കൂട്ടം ജനങ്ങൾ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അത് തുടർന്നും ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ വസ്തുതാപരമായ കാര്യങ്ങൾ ഒട്ടുമിക്ക ദേശീയ ദിനപത്രങ്ങളുടെ പേജുകളിലും ഉൾപ്പെടുത്തി പുറത്തേക്ക് വിട്ടപ്പോൾ യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയും. ആ ഒരു ഇരുണ്ട കാലത്തെക്കുറിച്ച് ജനങ്ങളെ ഓർമ്മപ്പെടുത്തിയല്ലോ CPM എന്ന് ഉള്ള ധാരണയായി UDFകാർക്ക്. അപ്പോൾ ഇത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നുള്ള ഒരു വല്ലാത്ത ഭയം ഇവരെ കടന്ന് ആവേശിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ബാക്കി പത്രം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നിയമപരമായി നേരിടും, രാഷ്ട്രീയമായി നേരിടും. പക്ഷേ ഇതൊന്നും രാഷ്ട്രീയമായോ നിയമപരമായോ നേരിടാൻ പറ്റാത്ത ഒരു കാര്യമല്ല. ഇതെല്ലാം വസ്തുതകളായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോഴെങ്കിലും UDFകാർ ഒന്ന് ഓർത്തു വെച്ചാൽ നന്നായിരിക്കും. ജനങ്ങളും തൽക്കാലത്തേക്കൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.